വെൽക്കം ടു ആൻറ്റി മാനിപ്പുലേഷൻ സിസ്റ്റം പാർട്ട് 3. ഇതിവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഒരു നാർസിസിസ്റ്റ് എന്താണ് എന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ ഒരു നാർസിസിസ്റ്റ് എന്തല്ല എന്ന് പറയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ഫാമിലീസ് അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ ഒരു വർക്ക് പ്ലേസ്, ഒരു ഫ്രണ്ട് സർക്കിള്, റിലേഷൻഷിപ്പ്, ഇവിടെയൊക്കെ ഒരു നാർസിസ്റ്റ് ബിഹേവിയർ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ആൾക്കാർ പെട്ടെന്ന് അയാളൊരു നാർസിസ്റ്റ് ആണ് എന്ന രീതിയിൽ ലേബൽ ചെയ്യാറുണ്ട്. അതായത് പെട്ടെന്ന്, കാരണം അവിടെ അവർക്കുണ്ടാവുന്ന ആസ് എ വിക്റ്റിം അവർക്കുണ്ടാവുന്ന ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഹേർട്ട്, അല്ലെങ്കിൽ ഇമോഷണലി ട്രാപ്പ് ആകുന്ന ആൾക്കാർ, ഇവരൊക്കെ പെട്ടെന്ന് മറ്റേ ആളൊരു നാർസിസ്റ്റ് ആണ് എന്ന് ലേബൽ ചെയ്യാറുണ്ട്. അങ്ങനെ ലേബൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ വിക്റ്റിമിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറും, പെർസെപ്ഷൻ മാറും. അത് പിന്നീട് ഒരുപാട് റിലേഷൻഷിപ്പിലോ വർക്ക് പ്ലേസിലോ ഒക്കെ വീണ്ടും 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 ഒരുപാട് കൊളാപ്സിന് ഇടയാക്കും. നാർസിസിസം എന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. അതായത് അവർക്ക് ലാക്ക് ഓഫ് എമ്പതി, അനുകമ്പ ഉണ്ടാവില്ല. അവർ വളരെ സെൽഫ് ഓറിയന്റഡ് ആയിരിക്കും. അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവർ എന്തും മറ്റുള്ളവരെ പല രീതിയിൽ അവർ യൂസ് ചെയ്യും. പക്ഷേ ഈ ഒരു ട്രെയ്റ്റ് കൊണ്ട് മാത്രം ഒരാൾ നാർസിസിസ്റ്റ് ആവില്ല. ഒരു നാർസിസിസ്റ്റ് ഒരിക്കലും അവർക്കുണ്ടായ മിസ്റ്റേക്ക് അഡ്മിറ്റ് ചെയ്യില്ല. അവരതിനു വേണ്ടി അപ്പോളജൈസും ചെയ്യില്ല. അത് വളരെ റെയർ ആയിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഒരു വ്യക്തി അവർ ചെയ്ത മിസ്റ്റേക്സിന് അവരതിന് സ്വയം ബ്ലെയിം ഏറ്റെടുക്കുന്നു. അവരതിന് അപ്പോളജൈസ് ചെയ്യുന്നുവെങ്കിൽ അവരൊരിക്കലും ഒരു നാർസിസിസ്റ്റ് അല്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ഇതിൻ്റകത്ത്, ഒരാളെ നാർസിസിസ്റ്റ് എന്ന് പറഞ്ഞ് ലേബൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് തിങ്ക്, അവർ ഈ ഒരു സാഹചര്യത്തിൽ മാത്രമാണോ ആ ബിഹേവിയർ കാണിച്ചത്? അതോ അവരുടെ നിങ്ങൾക്കറിയാവുന്ന അവരുടെ എൻ്റയർ ഹിസ്റ്ററിയിൽ അവരിങ്ങനെ തന്നെ ആയിരുന്നോ? ഇങ്ങനൊരു തോട്ട് നമ്മുടെ ഉള്ളിലൂടെ പോണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും അയാൾ ശരിക്കും നാർസിസിസ്റ്റ് ആണോ, അല്ലെങ്കിൽ നോൺ നാർസിസിസ്റ്റ് ആണോ. ഇത് നമ്മൾ തിങ്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇമോഷണലി വളരെ എറൗസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്തല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ കാമായിട്ട് ലോജിക്കലായിട്ട് നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമിൽ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരാളുടെ ഹിസ്റ്ററിയെ പറ്റി ചിന്തിക്കുമ്പം പോലും നമുക്ക് ഹേർട്ടായ കാര്യങ്ങൾ മാത്രം നമ്മൾ പെട്ടെന്ന് ഓർത്തെടുക്കാനാണ് കൂടുതൽ ചാൻസ്. സോ അങ്ങനെ ചിന്തിക്കുമ്പോൾ അതൊരു ബയസ്ഡ് ആയിട്ടുള്ള തോട്ടാണ്. സോ ആ ഒരു തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ കാമായിട്ട് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുക. പിന്നെ ഒരു ഫ്രണ്ട് സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരോടും പതുക്കെ നമുക്ക് വേണമെങ്കിൽ കാര്യങ്ങൾ അന്വേഷിക്കാം. അതായത് ഇദ്ദേഹം ഇങ്ങനെ ഒരാളാണോ? അതങ്ങനെ അന്വേഷിക്കണമെന്ന് പറയുന്നത് വളരെ കറക്റ്റായിട്ട് അങ്ങനെ തന്നെ ചെയ്യണം എന്നല്ല, ഒരു സാധ്യതയാണ്. കാരണം ഒരാളുടെ ഹിസ്റ്ററിയെ പറ്റി നമുക്ക് കുറച്ചും കൂടെ ലോജിക്കലായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ കിട്ടാൻ അതൊരുപാട് സഹായിക്കും. നാർസിസിസ്റ്റ് ഒരിക്കലും ഒരു ജെന്യുയിൻ ആയിട്ടുള്ള എമ്പതി എക്സ്പ്രസ് ചെയ്യില്ല. അതായത് ഇപ്പോൾ ഒരു വ്യക്തി, ഇപ്പം നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ഒരു സമയം, നിങ്ങൾ വളരെ അപ്സെറ്റ് ആണെന്ന് വിചാരിക്കുക. ഒരാൾ വന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ നിങ്ങൾ നാർസിസിസ്റ്റ് ആണെന്ന് വിചാരിക്കുന്ന ഒരാളുണ്ടെന്ന് വിചാരിക്കുക. അയാൾ വന്നിട്ട് നിങ്ങളോട് ചോദിക്കും, എന്ത് പറ്റി? നിങ്ങൾ സാധാരണ ഇരിക്കുന്ന പോലെ അല്ലല്ലോ. നിനക്കെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. നീ സംസാരിക്ക്, ഞാൻ കേൾക്കാം. ഇങ്ങനെ വളരെ ജെന്യുയിൻ ആയിട്ട് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, എമ്പതറ്റിക്കലി സംസാരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പറയാൻ പറ്റും അതൊരു നാർസിസിസ്റ്റ് അല്ല. ഒരു നാർസിസിസ്റ്റിന് ഒരിക്കലും നിങ്ങളുടെ വിജയം അവരുടെ വിജയം പോലെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അവരുടെ ഉള്ളിൽ ഒരു ജെലസി, അല്ലെങ്കിൽ ഒരു അസൂയയൊക്കെ ഉണ്ടാവും. അതിൻ്റെ റീസൺ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ, അവരുടെ ഒരു സെൻറ്റർ ഓഫ് അറ്റൻഷൻ മാറി മറ്റൊരാളിലേക്ക് പോകുന്നത് അവർക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിജയം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഹാപ്പി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യം അവർക്കൊരിക്കലും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങളുടെ കൂടെ വളരെ ജെന്യുയിൻ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഒരു നാർസിസിസ്റ്റ് ആണെന്ന് ലേബൽ ചെയ്ത ആ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ സെലിബ്രേഷൻ വളരെ ഹാപ്പി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ദേ ആർ നോട്ട് എ നാർസിസ്റ്റ്. ഒരു നാർസിസ്റ്റിന് ഒരിക്കലും ക്രിറ്റിസിസം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്തെങ്കിലും അവർ ചെയ്ത ഒരു കാര്യത്തെ വളരെ കൺസ്ട്രക്റ്റീവായിട്ട്, അതായത് പോസിറ്റീവായിട്ട് ക്രിട്ടിസൈസ് ചെയ്താൽ പോലും അവർക്ക് ഒരിക്കലും അത് സഹിക്കാൻ പറ്റില്ല. അവർ വളരെ ഡിഫെൻസീവ് ആവും. അല്ലെങ്കിൽ ആ ക്രിറ്റിസിസത്തെ അവർ ഇമോഷണലി ആയിരിക്കും അറ്റാക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളെന്തോ തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ അവരെ അറ്റാക്ക് ചെയ്തു എന്ന രീതിയിലായിരിക്കും അവരെ ക്രിറ്റിസിസത്തിനെ നിങ്ങളുടെ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. നിങ്ങളൊരു ബ്ലെയിം, അല്ലെങ്കിൽ നിങ്ങളൊരു മിസ്റ്റേക്ക് ചെയ്യുന്നുള്ള രീതിയിൽ നിങ്ങളുടെ മുകളിലേക്ക് ആ ബ്ലെയിമിനെ ഷിഫ്റ്റ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ വളരെ സാധാരണ ഒരു വ്യക്തി, നോൺ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയോട് നിങ്ങൾ വളരെ കൺസ്ട്രക്റ്റീവായിട്ട് പോസിറ്റീവായിട്ടൊരു ക്രിറ്റിസിസം പറഞ്ഞാൽ അവർ എപ്പോഴും അതിനെ വെൽക്കം ചെയ്യും. ആൻഡ് അല്ലെങ്കിൽ ചില ആൾക്കാർ ഈവൻ സേ താങ്ക് യു. നോൺ നാർസിസ്റ്റിക് പീപ്പിൾ റെസ്പെക്ട് യുവർ ബൗണ്ടറീസ്. അതായത്
നോൺ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാര്, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളില് എവിടെയല്ല നിങ്ങളുടെ ക്ലോസ്ഡ് സർക്കിളിലുള്ള ആൾക്കാര് നിങ്ങളുടെ ബൗണ്ടറീസിനെ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യും. അതായത് നിങ്ങള് ചില കാര്യങ്ങളില് ഭയങ്കര റിസർവ്ഡ് ആയിരിക്കും. അപ്പോ അവര് അത് റെസ്പെക്റ്റ് ചെയ്യും. അവരൊരിക്കലും അതിനെ കട്ട് ചെയ്ത് അതൊരു ഒഫൻസ് ആയിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഒരു കാര്യത്തിൽ നിന്ന്, അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ഡിന്നറിന് പോയി നിങ്ങൾ അയാളെ വിളിച്ചില്ല. അതുകൊണ്ട് അവർ ആ ഒരു കാര്യത്തിൽ ഒഫൻസ്ഡ് ആയി വളരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്ത് ഒരു അറ്റൻഷൻ ഗ്രാബ് ചെയ്യാനായിട്ട് അവരൊരിക്കലും ശ്രമിക്കില്ല. സോ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ നിങ്ങൾ നാർസിസിസ്റ്റ് ആണെന്ന് ലേബൽ ചെയ്ത ഒരു വ്യക്തി ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ബൗണ്ടറീസിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോബബ്ലി ദേ ആർ നോട്ട് എ നാർസിസിസ്റ്റ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് ആളുകൾ നാർസിസം ആണ് എന്ന് തെറ്റിദ്ധരിക്കാൻ ചാൻസസ് ഉള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് സെൽഫ് അഡ്വക്കസി. അതായത് സ്വന്തം നീഡ്, എൻ്റെ ആവശ്യങ്ങൾ ഞാൻ വളരെ കൃത്യമായിട്ട് ഓപ്പണായിട്ട് ഒരു സ്ഥലത്ത് പറയുന്നത് ഒരിക്കലും ഒരു നാർസിസം അല്ല. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വർക്ക് സ്പേസിൽ ഒരു വ്യക്തി പറയുകയാണ്, ഞാൻ ഈ കമ്പനിക്ക് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂഷൻ നടത്തി, അതുകൊണ്ട് എനിക്ക് സാലറിയിൽ ഒരു ഹൈക്ക് വേണം എന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നാർസിസം അല്ല. അത് അയാളുടെ നീഡാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോൺഫിഡൻസ്. ഒരാൾ കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്തു. ആ അച്ചീവ്മെൻറ്റിൽ അയാൾ വളരെ പ്രൗഡാണെങ്കിൽ അതിനർത്ഥം അയാൾ മറ്റുള്ളവരെ വില കുറച്ച് കാണുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാളും വലുതാണ് ഞാൻ എന്ന് ചിന്തിക്കുന്നു എന്നൊന്നുമല്ല. അയാളുടെ അച്ചീവ്മെൻറ്റിൽ അയാൾ വളരെ അഭിമാനം കൊള്ളുന്നു, വളരെ കോൺഫിഡൻ്റ് ആണ്. ദാറ്റ്സ് നോട്ട് എ നാർസിസം. നെക്സ്റ്റ് വൺ ഇൻട്രോവേർഷൻ. ഇൻട്രോവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കാമായിട്ട് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി. അതായത് ആവശ്യത്തിന് മാത്രം സംസാരിക്കുക, വളരെ സോഷ്യലി അധികം ഇൻറ്ററാക്റ്റീവ് ആകാത്ത വ്യക്തി. എന്തെങ്കിലും ആവശ്യമുണ്ട് എങ്കിൽ മാത്രം അവർ ഇൻറ്ററാക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു വ്യക്തി ഒരിക്കലും ഒരു നാർസിസിസ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇമോഷണൽ റിയാക്ഷൻ. ഇമോഷണൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പെട്ടെന്ന് ഇമോഷണലി റിയാക്റ്റ് ആവുന്ന ആൾക്കാർ. അതൊരിക്കലും ഒരു മാനിപ്പുലേറ്റിംഗ് ബിഹേവിയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവർക്ക് അവരുടേതായ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. നമ്മളറിയാത്ത പല ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും അവർക്കുണ്ടാവും. സോ ഇതൊക്കെയാണ് ഒരു കോമൺ ആയിട്ടുള്ള ആളുകൾ നാർസിസം ആണ് എന്ന് തെറ്റിദ്ധരിക്കാനായിട്ടുള്ള ചാൻസസ് ഉള്ള കാര്യങ്ങൾ. സോ ഇത് വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഒരു വ്യക്തിയെ നമ്മൾ നാർസിസിസ്റ്റ് ആയിട്ട് മിസ്ലേബൽ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫിൽ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കും. നമ്മുടെ റിലേഷൻഷിപ്പ് കൊളാപ്സ് ഉണ്ടാക്കും. വർക്ക് സെറ്റിംഗ് അത് വളരെ താറുമാറാക്കും. സോ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു 3 കാര്യങ്ങളുണ്ട്. അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ്. അതായത് ഇതൊരു ബിഹേവിയർ പാറ്റേൺ ആണോ അതോ ഇതൊരു ജസ്റ്റ് വൺ ടൈം റിയാക്ഷൻ ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു സിറ്റുവേഷനിൽ ഒരാൾ റിയാക്ട് ചെയ്തു, അത് ഇയാൾ ഇതൊരു വൺ ടൈം റിയാക്ഷൻ ആണോ അതല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെയാണോ, അതാണ് കോണ്ടെക്സ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻറ്റൻഷൻ. അതായത് ഇയാൾ ജെന്യുയിൻ ആയിട്ട് എന്നെ ഹാം ചെയ്യാനോ അല്ലെങ്കിൽ എന്നെ കൺട്രോൾ ചെയ്യാനാണോ ട്രൈ ചെയ്യുന്നത്, അതോ ഇത് ഇയാളുടെ നീഡ് എക്സ്പ്രസ് ചെയ്യുവാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ആലോചിക്കാം. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് എംപതി. അതായത് ഇയാൾ ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ ഇങ്ങനെ കാണിച്ചു, മറ്റേതെങ്കിലുമൊക്കെ സിറ്റുവേഷനിൽ ഇയാൾ എന്നോട് ജെന്യുയിൻ ആയിട്ട് എംപതി കാണിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ആലോചിക്കാം. സോ ഇങ്ങനെ ഈ 3 കാര്യങ്ങൾ കൊണ്ട് മാത്രം തന്നെ ഒരാൾ നാർസിസിസ്റ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഇനി പറയാൻ പോകുന്നത് ഒരു വ്യക്തിയെ നാർസിസിസ്റ്റ് എന്ന് നമ്മൾ ലേബൽ ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡോണ്ട് ഡയഗ്നോസ് വിത്തൗട്ട് എവിഡൻസ്. അതായത് കൃത്യമായിട്ടൊരു എവിഡൻസ് ഇല്ലാതെ നമ്മളൊരു വ്യക്തിയെ ലേബൽ ചെയ്യാൻ പാടില്ല. അതായത് ഇതൊരു സ്പെസിഫിക് ആയിട്ട് ഒരു ഐസൊലേറ്റഡ് ആയിട്ട് ഇൻസിഡൻ്റ് ആണോ അതോ ഇതൊരു പാറ്റേൺസ്, അയാൾക്ക് അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടോ എന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ആക്ഷൻസ് നോട്ട് ലേബിൾസ്. അതായത് ഇപ്പോൾ ഒരു മാനിപ്പുലേറ്റീവ് ബിഹേവിയർ വന്നു, അങ്ങനെ ഒരു മാനിപ്പുലേറ്റീവ് ബിഹേവിയർ വന്നാൽ ഉടനെ നമ്മൾ അയാളെ നാർസിസിസ്റ്റ് എന്ന് വിളിക്കുന്നതിന് പകരം ആ ഒരു സ്പെസിഫിക് ബിഹേവിയറിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുക. അതായത് ഇതൊരു ഒരു മാനിപ്പുലേറ്റീവ് ബിഹേവിയർ ആണ് എന്ന് നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആസ്ക് ഫോർ ക്ലാരിഫിക്കേഷൻ. അതായത് ഇപ്പം നിങ്ങൾക്ക് ഒരു ഹേർട്ട് വന്നു, ഒരാളൊരു അയാൾ ചെയ്ത ഒരു ബിഹേവിയർ നിങ്ങൾക്ക് ഹേർട്ട് ഉണ്ടായി, നിങ്ങൾക്ക് അയാളോട് കൃത്യമായിട്ട് ചോദിക്കാം, ഇതെന്താണ് നിൻ്റെ ഇൻറ്റൻഷൻ, ഇത് തന്നെയായിരുന്നു നിൻ്റെ ഇൻറ്റൻഷൻ, അല്ലെങ്കിൽ എനിക്ക് ഹേർട്ടായി, ഇങ്ങനെയൊക്കെ പറയാം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി അത് ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണയായിരിക്കും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാനായിട്ടുള്ള അവസരം അവിടെ ഉണ്ടാവും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ബൗണ്ടറീസ് ഫ്രം ജഡ്ജ്മെൻറ്റ്. അതായത് ഇപ്പം നിങ്ങൾക്ക് ഒരു മാനിപ്പുലേറ്റിംഗ് ബിഹേവിയർ ഒരാൾ നിങ്ങളുടെ അടുത്ത് കാണിച്ചെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, എനിക്ക് അത്ര കംഫർട്ടബിൾ ആയില്ല നിങ്ങളിപ്പോൾ ചെയ്ത ആ ബിഹേവിയർ എന്ന് പറയാം. അല്ലാതെ നിങ്ങൾ സോ സെൽഫിഷാണ്, നിങ്ങളൊരു നാർസിസ്റ്റാണ് ഇങ്ങനെയൊന്നും പറയാതെ നമ്മൾക്ക് തോന്നിയത് എന്താണെന്നുള്ളത് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ബിഹേവിയറിനെ പെട്ടെന്ന് അഡ്രസ്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ അയാളെ മിസ്ലേബിൾ ചെയ്യുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടൈം ആരുടെയെങ്കിലും ബിഹേവിയർ നിങ്ങൾക്കൊരു ഓഫ് ഫീലിംഗ് ഉണ്ടാക്കിയാൽ, ഒരു ബാഡ് ഫീലിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരെ ലേബൽ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാം,
ഇത് ഇയാളുടെ യഥാർത്ഥ സ്വഭാവം ഇങ്ങനെ തന്നെയാണോ? അല്ലെങ്കിൽ ഇയാൾക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടോ? അതോ ഞാനിത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നതാണോ? ഹൗ ടു സെറ്റ് എ ബൗണ്ടറി. എനിക്ക് മെസ്സേജായിട്ടും കമൻ്റായിട്ടും വന്നൊരു ക്വസ്റ്റ്യനാണിത്. ഇതിനെപ്പറ്റി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യും വളരെ ഡീറ്റെയിൽ ആയിട്ട്. സോ കീപ്പ് ഇൻ ടച്ച്, കീപ്പ് വാച്ചിങ്.